welcome to my channel Mr. B and Mrs. B. ഇന്നിവിടെ കൂൺ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മഷ്റൂമാണ്. മറ്റു ചേരുവകൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. കൂൺ അല്പം വലിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത കൂണ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിൽ കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കുക. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാനാണ് മഞ്ഞൾപ്പൊടിയിൽ കുതിർത്ത് വയ്ക്കുന്നത്. ഞങ്ങൾ വീട്ടുപറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണാണെങ്കിലും അരമണിക്കൂറെങ്കിലും മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ച ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. വിഷാംശമൊക്കെ മാറിക്കിട്ടും. ഈയിടയ്ക്ക് മുറ്റത്തുനിന്ന് കിട്ടിയ കൂണും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ മുക്കി വെച്ച കൂണ് അരമണിക്കൂറിന് ശേഷം കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യമെങ്കിലും നന്നായി കഴുകിയെടുക്കണം. നമ്മൾ മേടിക്കുന്ന പച്ചക്കറിയിലെ ആയാലും വിഷാംശം നീക്കാൻ മഞ്ഞൾപ്പൊടിയിൽ മുക്കി വയ്ക്കാറില്ലേ? അല്ലെങ്കിൽ വിനാഗിരിയോ മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് വച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നവയാണ്. മറ്റു ചേരുവകളായ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എന്നിവ ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. പച്ചമുളക് നീളത്തിൽ കീറി എടുക്കുക. അതോടൊപ്പം കുറച്ച് കശുവണ്ടിപ്പരിപ്പ് കുതിർത്ത് വയ്ക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചെറുതായി വഴറ്റിയെടുക്കുക. പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നേരത്തെ കുതിർത്ത് വച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പ് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വയ്ക്കുക. ഇവിടെ ഞങ്ങൾ ഈ മഷ്റൂം കറിയിൽ മസാലയിൽ തക്കാളി ചേർക്കുന്നില്ല. ചിലർ തക്കാളിയും ചേർക്കാറുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായി മൂത്ത് കിട്ടും. സവാള ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുത്ത സവാള അടുപ്പിൽ നിന്നിറക്കി മാറ്റി വയ്ക്കുക. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. കൂൺ മസാല വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം കടുക് വറക്കാനായി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയെല്ലാം കൂടി വറുത്ത് കോരി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം മസാലയിലേക്ക് ചേർക്കുക.
അങ്ങനെ ഇവിടെ നമ്മുടെ മഷ്റൂം മസാല പാചകം പൂർത്തിയായിരിക്കുകയാണ്. ഇനി അത് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുകയാണ്. ഇങ്ങനെ ആക്കിയെടുക്കുന്ന കൂൺ കറി ചപ്പാത്തി, ദോശ, ചോറ് എന്നിവയുടെ എല്ലാം കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് മഷ്റൂം മസാല തയ്യാറാക്കിയിരിക്കുന്നത്. മത്സ്യവും മാംസവും ഒന്നും ഉപയോഗിക്കാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു നല്ല കറിയാണ് ഈ മഷ്റൂം കറി. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.